മലപ്പുറം പാണക്കാട് നാടുകാണി സംസ്ഥാന പാതയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു. പാണക്കാട് എടായിപ്പാലത്താണ് ഈ സംഭവം. മണ്ണിടിയുന്ന തത്സമയ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലെ ലഭിച്ചു. അത് നമ്മൾ വാർത്തകൾ അവിടെ നിന്ന് തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് പെട്ടെന്ന് ഒരു ഭാഗത്തുനിന്ന് മണ്ണിടിഞ്ഞ് താഴേക്ക് ഞങ്ങൾ അങ്ങോട്ടുന്നോളേ. തങ്ങളെ റിപ്പോർട്ട് തങ്ങളെ 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 അരുൺ അമൃതാഥ് വിവരങ്ങളുമായിട്ട് അരുൺ അവിടെ ഉണ്ടായിരുന്ന സമയമാണ്. ഭാഗ്യം ആർക്കും അപകടമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഇപ്പോൾ മണ്ണൊക്കെ മാറ്റി വഴിയെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൂടുതലൊരു അപകട ഭീഷണി ഉണ്ടോ അവിടെ? ഈ മലയുടെ ഏതെങ്കിലും ഭാഗത്ത് വീടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ദിവിഷ, വലിയൊരു അപകടം നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു നമ്മൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള സംഘം കൂടി നമ്മുടെ ക്യാമറ ദൃശ്യങ്ങൾ പകർത്തിയ ആബിത്തങ്ങൾ വേങ്ങര ഉൾപ്പെടെ അവിടെ നിന്ന് ഓടി മാറുകയായിരുന്നു. അതിനിടെ കൈരളി ന്യൂസ് TV-യുടെ ക്യാമറാമാന് പരിക്കേറ്റിട്ടുമുണ്ട്. വലിയ സാരമുള്ള പരിക്കുകളല്ല, അതിനിടെ വീണുപോയതാണ് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ എല്ലാവരും ആ മേഖലയിൽ നിന്ന് ഓടി മാറുകയായിരുന്നു. എന്തായാലും ആളപായമൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ വലിയൊരു ആശങ്കയുണ്ടായി. രാവിലെയാണ് ഇത്തരത്തിൽ അവിടെ മണ്ണിടിയാൻ തുടങ്ങിയെന്ന് നാട്ടുകാർ നമ്മളെ അറിയിക്കുന്നത്. അതിനെ തുടർന്ന് നമ്മൾ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ആ സമയത്ത് തന്നെയാണ് കുത്തിയൊലിച്ച് ആ മണ്ണ് ആകെ റോഡിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സംസ്ഥാന പാതയാണ്, അവിടുത്തെ ഗതാഗതമൊക്കെ നിലച്ച ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. പിന്നെ ഒരു 10 മിനിറ്റുകൾക്ക് ശേഷം വലിയ രീതിയിൽ ഒരു മലയുടെ ഒരു കുന്നിൻ്റെ ഒരു ഭാഗം തന്നെ നിലത്തേക്ക് പതിക്കുന്നു. അപ്പോഴാണ് നമ്മളെല്ലാം അവിടെ ഓടി. വൈദ്യുതി കമ്പികളൊക്കെ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യം കൂടി, വലിയൊരു ആശങ്ക നിറഞ്ഞ സാഹചര്യമായിരുന്നു. വാർഡ് മെമ്പർ കൂടിയാണ്. ഇവിടെ നിർമ്മാണം നടക്കുന്നതൊക്കെ ഉള്ള ആരോപണമൊക്കെ രംഗത്ത് വന്നു. എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത്? അല്ല, സംഭവിച്ചതെന്ന് വെച്ചാൽ 2018-ലും 19-ലും ഇവിടെ നിർമ്മാണം നടക്കാതെയും പൊട്ടിയിട്ടുണ്ട്. അതൊക്കെ നിർമ്മാണം നടന്നപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ താഴത്ത് മണ്ണെടുത്തതുകൊണ്ട് ചിലപ്പോൾ അതിനോടനുബന്ധിച്ച് കാരണം കുറച്ച് കൂടുതൽ പൊട്ടാൻ കാരണം. അതുകൊണ്ടാണ് നിർമ്മാണം പ്രൈവറ്റ് കമ്പനി അതോ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിന് പിന്നെ പെർമിഷൻ കൊടുക്കേണ്ടത് ഡിയോളജിയാണ്. ബിൽഡിംഗ് പെർമിറ്റ് മുനിസിപ്പാലിറ്റി കൊടുക്കുള്ളൂ. അത് ഭരണസമിതി പാസ്സാക്കണം, ഉദ്യോഗസ്ഥന്മാർ കൊടുക്കണോ എന്നുള്ളത് നമുക്കറിയില്ല. ഉദ്യോഗസ്ഥന്മാർ കൊടുക്കേണ്ടതാണ്, കൗൺസിലിൽ വെച്ച് പാസ്സാക്കണതല്ല. ഭരണസമിതി പാസ്സാക്കണമെങ്കിൽ കൊടുത്തക്കണമെന്നല്ല. എന്നാണെങ്കിലും അതിന് ഖനനം ചെയ്യാൻ കൊടുക്കേണ്ടത് മൈനിങ് ആൻഡ് ഡിയോളജിയാണ്. അവർ കൊടുത്തക്കണോ ഇല്ല എന്നുള്ളത് അറിയില്ല. ആ സമയത്ത് അത്തരത്തിലുള്ള വലിയ ആശങ്കയായിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളൊക്കെ പെട്ടെന്ന് അവിടുന്ന് ഓടുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആർക്കും കാര്യമായിട്ട് അപകടമൊന്നും പറ്റിയില്ലല്ലോ, വാഹനങ്ങളൊന്നും ഉൾപ്പെട്ടിട്ടില്ലല്ലോ. വാഹനങ്ങളൊന്നുമില്ല. വാഹനങ്ങളൊക്കെ ഇപ്പോൾ 2 ഭാഗം ബ്ലോക്ക് ചെയ്ത് നിർത്തിയതിൻ്റെ പേരിൽ വാഹനങ്ങളൊന്നും, ആൾക്കാരെ ഇരുത്തൊക്കെ നിന്നതിൻ്റെ പേരിൽ ആൾക്കാർ ആ പൊട്ടി വരുന്ന വേഗത കണ്ടുകൊണ്ട് ആൾക്കാർ ഓടി രക്ഷപ്പെടുകയും ലൈൻ പൊട്ടുകയും സംഭവിച്ചെന്നുണ്ട്. കുറച്ച് ഭാഗം പുഴയിലേക്ക് കണ്ട് ഒലിച്ചു പോവുകയും ചെയ്തു. ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് ഈ ക്യാമറാമാൻമാർക്ക് ഉൾപ്പെടെ അത്തരത്തിലൊരു സാഹചര്യം നേരിടേണ്ടി വന്നത്. അവരുൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ നിന്ന് ആ മേഖലയിൽ നമ്മൾ അവിടുന്ന് ഓടി മാറുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയും അവിടെ അത്തരത്തിലുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ആ മലയുടെ ഒരു കുന്നിൻ്റെ ഒരു ഭാഗം നമ്മളവിടെ നിന്ന് ഈ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ തന്നെ പറയുന്നുണ്ടായിരുന്നു ഏത് നിമിഷവും അത് നിലം പതിക്കാമെന്നുള്ളൊരു കാര്യം. അത്തരത്തിലാണ് അവിടെ മഴ അങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മഴ മാറി നിന്ന ഘട്ടത്തിൽ കൂടിയായിരുന്നു ദിവിഷത്. അപ്പോൾ ശക്തമായൊരു മഴയുണ്ടെങ്കിൽ ആ മേഖല തന്നെ നേരത്തെ തന്നെ അത്തരത്തിലൊരു വലിയ അപകടം ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആ മണ്ണിടിഞ്ഞത് അറിഞ്ഞതുകൊണ്ട് തന്നെ ഗതാഗതം നിയന്ത്രിക്കാൻ തുടക്കഘട്ടത്തിൽ തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാൽ തന്നെ ആ മേഖലയിലെ കാര്യം കടത്തിവിട്ടില്ല. ഒരുപക്ഷെ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയമൊക്കെ ആയിരുന്നെങ്കിൽ ഫലം മറ്റൊന്നായനെ എന്നുള്ളത് തന്നെയാണ്. ഇതാണ് ഇവിടെ ഇത്തരത്തിലുണ്ടായ മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വലിയ ഒരു ആശങ്കയുണ്ടാക്കില്ല. ഞങ്ങളൊക്കെ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വന്നത്. അപ്പോൾ ഒരു ഭീകരമായിട്ടുള്ള നടക്കുന്ന അനുഭവമായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് ലൈവായിട്ട് ഇങ്ങനെ ഒരു സാധനം കാണുന്നത്. പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ ഉണ്ടായത്. അത് അത്തരത്തിലൊരു നടുക്കം ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ്. ഒരു ദുരന്തം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ള ഒരു അപകടം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ള ഭാഗ്യം മറ്റ് അപകടങ്ങളില്ലാതെ കഴിഞ്ഞു എന്നത്
പലപ്പോഴും ഇത്തരം ഈ മഴ പെയ്ത് മണ്ണിടിയാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകളിങ്ങനെ കൂട്ടമായി വരികയും ഒരു കാഴ്ചക്കാരായി നിൽക്കുമ്പോഴൊക്കെ അപകടങ്ങളിൽപ്പെടുന്ന അവസ്ഥയുണ്ട്. ദയവായി അതൊക്കെ ഒഴിവാക്കുക. തങ്ങളെ